പ്ലാനറ്റ് വേഴ്സസ് ഹ്യൂമൻ. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്ന മന്ത്രത്തിന് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്തും കണക്കുകൾ പങ്കുവച്ചും ചായ കുടിച്ചും ലോകം പിരിഞ്ഞു. ഒരു ലോക ഭൗമദിനം കൂടി കടന്നുപോയി. സ്വാഗതം, ഇത് ന്യൂസ് ബാൻഡിന്റെ പുതിയ എപ്പിസോഡ്. ചർച്ചകൾക്ക് ശേഷം മരണമില്ലാത്ത പ്ലാസ്റ്റിക് എന്ന ഭൂതത്തെ തുറന്നുവിട്ട സയൻസിന്റെ വഴികൾ അനന്തവും ആധികാരികവുമാണ്. ലോകത്തിന്റെ ആശങ്കകൾ അകറ്റാൻ ശാസ്ത്രം സജ്ജമാണ്. നത്തിങ് ടു വറി എന്നൊരു ഉറപ്പ് എവിടെ നിന്നും ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അന്തിമ വിജയം പ്ലാനറ്റിനോ പ്ലാസ്റ്റിക്കിനോ എന്ന കാര്യത്തിൽ തൽക്കാലം തീരുമാനമാകുന്നില്ല. മനുഷ്യൻ സൃഷ്ടിച്ച വികസനത്തിന്റെ കൊടുമുടികളിൽ നടക്കുന്ന ചർച്ചകൾക്കും ആലോചനകൾക്കും ശേഷം കേട്ടതാകട്ടെ എങ്ങും തൊടാതെ ആരെയും തൊടാതെ നടത്തുന്ന ചില ആഹ്വാനങ്ങളും നമുക്ക് നോക്കാം, നിയന്ത്രിക്കാം, കാത്തിരിക്കാം, പരിഹരിക്കാം തുടങ്ങി നിസ്സഹായതയുടെ ഓരം ചേർന്ന് നിൽക്കുന്ന ഹൃദയമില്ലാത്ത ചില ജൽപ്പനങ്ങളും മാത്രമാണ്. ഇത് പ്ലാസ്റ്റിക്കിന്റെ മാത്രം കഥയല്ല. വിഷയം ആഗോളതാപനമോ കാലാവസ്ഥാ വ്യതിയാനമോ ഒക്കെയാണെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇനിയും അനുഭവിച്ചു തീർന്നിട്ടില്ലാത്ത തന്റെ നേട്ടങ്ങളെയെല്ലാം അടക്കിപ്പിച്ചുകൊണ്ട് തീ പടർന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്നെന്ന വണ്ണം മനുഷ്യൻ ഭീതിയോടെ ഭാവിയിലേക്ക് മിഴികൾ പായിക്കുന്ന കാഴ്ച മാത്രമാണ് വർത്തമാനകാല യാഥാർത്ഥ്യം. നിലനിൽപ്പിനു വേണ്ടി ഭൂമി ആരോടൊക്കെയോ എന്തിനോടൊക്കെയോ പോരടിക്കുന്ന ദൃശ്യമൊന്ന് മനസ്സിൽ കാണുക. സ്കോർ ബോർഡിൽ തെളിയുന്ന കണക്കുകളൊന്നും പക്ഷേ ഭൂമിക്ക് പ്രതീക്ഷ നൽകുന്നവയല്ല. എല്ലാ കണക്കുകളും വിരൽ ചൂണ്ടുന്നത് കടുത്ത പരീക്ഷണങ്ങളുടെ മുൾനാമ്പുകളിലേക്ക് തന്നെയാണ്. തുടക്കത്തിൽ നിസ്സാരമെന്ന് തോന്നാവുന്ന ചില ശീലങ്ങൾ അകാല മരണത്തിലേക്ക് വരെ എത്തിക്കുന്ന അനുഭവങ്ങൾ മനുഷ്യർക്കിടയിൽ സുലഭമാണ്. പ്ലാസ്റ്റിക്കിനും ഭൂമിക്കുമിടയിൽ അങ്ങനെ ഒരു ദുരന്തമുഖം ഒരുങ്ങുകയാണോ? ഇനിയൊരു തിരിച്ചുപോക്കില്ലാത്ത വിധം കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ? ചിലവ് കുറഞ്ഞ, ഭാരം കുറഞ്ഞൊരു പാക്കിംഗ് മെറ്റീരിയൽ ലോകം കാത്തിരുന്നൊരു മാന്ത്രികവടി എന്ന പോലെ അവതരിക്കപ്പെട്ടപ്പോൾ അതിൽ ഒളിച്ചിരുന്ന ഭൂമിയുടെ ഓരോ അണുവിലേക്കും കിനിഞ്ഞിറങ്ങാൻ ശേഷിയുള്ള ഒരു മാരക വിഷവിത്തിനെ തിരിച്ചറിയാൻ ശാസ്ത്രത്തിന്റെ കഴുകൻ കണ്ണുകൾക്ക് കഴിയാതെ പോയതും അവിടെ നിന്ന് ആരംഭിച്ച ദുരന്തയാത്ര കാര്യമായ തടസ്സമൊന്നുമില്ലാതെ ഇത്രത്തോളം എത്തിയതുമെല്ലാം അനിവാര്യമായ വലിയ ദുരന്തങ്ങളിലേക്ക് ഭൂമി വഴുതു വീണുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ സൂചനയാണോ? ലോകം കേട്ടുമടുത്ത ഒരു ചില കണക്കുകളിലൂടെ തന്നെ തുടരാം. 1950 പ്രതിവർഷ ആഗോള പ്ലാസ്റ്റിക് ഉൽപാദനം 1.5 മില്യൺ മെട്രിക് ടൺ ആയിരുന്നുവെങ്കിൽ 2018 എത്തിയപ്പോൾ അത് 396 മില്യൺ മെട്രിക് ടണ്ണായി ഭീകരരൂപം പൂണ്ടിരിക്കുന്നു. ലോകത്തെമ്പാടുമായി ഓരോ മിനിറ്റിലും 1 മില്യൺ ക്യാരി ബാഗുകൾ വീതം നിർമ്മിക്കപ്പെടുന്നത് ഒന്ന് മനസ്സിൽ കാണുക. വെർജിൻ വസ്തുക്കൾ മാത്രം ഇഷ്ടപ്പെടുന്ന ലോക വികസിത രാഷ്ട്രം അമേരിക്കയിൽ ഓരോ വർഷവും ഒരു തവണ മാത്രം ഉപയോഗിക്കുന്ന 100 ബില്യൺ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ പുറന്തള്ളുന്നു. എല്ലാം ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ കാണുന്ന ഈ രാജ്യം ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കിന്റെ 95% റീസൈക്കിൾ ചെയ്യുന്നുമില്ല. ലോകത്താകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്ലാസ്റ്റിക്കിന്റെ പകുതിയും ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന കനം കുറഞ്ഞ ഉൽപ്പന്നങ്ങളാണ് അലക്ഷ്യമായി ഉപേക്ഷിക്കപ്പെടുന്ന ഇവയുടെയൊക്കെ വഴികളിൽ പുഴകളും തടാകങ്ങളും ഒടുവിൽ കടലും മാത്രം. 24,400 മെട്രിക് ടൺ പ്ലാസ്റ്റിക് മാലിന്യം കടൽ ഉപരിതലത്തിൽ മാത്രം ഒഴുകി നടക്കുന്നു എന്നത് 2014 പഠനങ്ങൾ തെളിയിച്ച കണക്കാണ്. കായലുകളിൽ നിന്നും നദീതടങ്ങളിൽ നിന്നും എന്തിന് കടൽ തീരങ്ങളിൽ നിന്നു പോലും പ്ലാസ്റ്റിക് മാലിന്യം പെറുക്കി നീക്കുന്നതിനും വല വീശി ശേഖരിച്ച് നീക്കുന്നതിനുമെല്ലാം ചില പാവങ്ങൾ ശ്രമിക്കുന്നത് ഇടയ്ക്ക് കാണുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത, ഇനി തിരിച്ചറിഞ്ഞാലും ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയിൽ മനുഷ്യകുലം പെട്ടുപോയിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ തോന്നുന്നു. സൗന്ദര്യം, വൃത്തി ഇവയുടെയൊക്കെ പേരിൽ കേൾവി കേട്ട പല ലോക നഗര വിസ്മയങ്ങളെയും അങ്ങനെ തന്നെ നിലനിർത്താൻ അവിടുത്തെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യമെല്ലാം കൊണ്ടുപോയി കടലിൽ നിക്ഷേപിച്ചാൽ മതി. കടൽ എത്ര വലുതാണെന്നൊക്കെ ചിന്തിച്ച് ആ വികസന തന്ത്രം ലോകത്തെ ഇന്ന് എവിടെയാണ് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്? ക്രമാതീതമായി വർദ്ധിച്ച മാലിന്യ നിക്ഷേപം കടലിന്റെ ഘടനയെ തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. പ്രവചനാതീതമായ രീതിയിൽ താപവ്യതിയാനങ്ങളും ന്യൂനമർദ്ദങ്ങളും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കൊടുങ്കാറ്റുകളും സുനാമികളും ഒക്കെ സ്ഥലകാലബോധമില്ലാതെ പൊട്ടിപ്പുറപ്പെട്ട് തീരം തേടി വരുന്നു. മടങ്ങി വരാം നമ്മളിലേക്ക് തന്നെ. നിങ്ങൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സ്ഥലത്തെ 25 വർഷം മുൻപത്തെ കാലാവസ്ഥയും അന്നത്തെ വെള്ളം ഉൾപ്പെടെയുള്ള വിഭവങ്ങളുടെ ലഭ്യതയും മനുഷ്യനൊഴികെയുള്ള ജീവികളുടെ വൈവിധ്യവും ഓർത്തെടുക്കാൻ നിങ്ങളുടെ പ്രായം നിങ്ങളെ അനുവദിക്കുന്നുവെങ്കിൽ അതേ സ്ഥലത്തെ ഇപ്പോഴത്തെ അവസ്ഥ കൺതുറന്ന് കണ്ട ശേഷം ഒരു 25 വർഷം കഴിഞ്ഞുള്ള അവസ്ഥ ഒന്ന് മനസ്സിൽ കാണുക കൂടി ചെയ്യാൻ ശ്രമിക്കുക. മനുഷ്യൻ പടുത്തുയർത്തിയ വികസനത്തിന്റെ അടയാളങ്ങളുടെ പൊള്ളത്തരം അപ്പോൾ മനസ്സിലാകും. പ്ലാസ്റ്റിക് വേഴ്സസ് പ്ലാനറ്റ് എന്നൊക്കെ വളച്ചുകെട്ടി പറയുന്നതിനോട് ഞങ്ങൾ വിയോജിക്കുന്നു. പ്ലാസ്റ്റിക് കണ്ടുപിടിച്ചതും കൂടുതൽ ആലോചനകളൊന്നുമില്ലാതെ അതിനെ കൂടു തുറന്നു വിട്ടതിലും വികസന ഭ്രാന്തിലും ലാഭക്കൊതിയിലും സ്വയം നഷ്ടപ്പെട്ട് ഭൂമിയുടെ കാലാവസ്ഥ ഉൾപ്പെടെയുള്ള സവിശേഷതകൾ എല്ലാം തകിടം മറിച്ചതിലും മറ്റൊരു ജീവിക്കും പങ്കില്ല. സവിശേഷ ബുദ്ധിയുടെ പേരിൽ, ശാസ്ത്രബോധത്തിന്റെ പേരിൽ അഹങ്കരിച്ച മനുഷ്യൻ മാത്രമാണ് കാര്യങ്ങൾ ഇത്ര വഷളാക്കിയത്. ഈ ദുരവസ്ഥ
ആന്ത്രോപ്രോജനിക് അഥവാ മനുഷ്യൻ സൃഷ്ടിച്ചത് ആണ്. ഇവിടെ യുദ്ധം ജീവനില്ലാത്ത പ്ലാസ്റ്റിക്കും ഭൂമി എന്ന ഗ്രഹവും ഒന്നും തമ്മിലല്ല, മറിച്ച് ഈ യുദ്ധത്തിൽ ഒരു ഭാഗത്ത് മനുഷ്യനും മറുഭാഗത്ത് മറ്റെല്ലാ ജീവികളും ഭൂമിയുമാണ് നിലകൊള്ളുന്നത്. ചുരുക്കി പറയാൻ, പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഈ വിഷയം ഞങ്ങൾ ഇങ്ങനെ അവസാനിപ്പിക്കുന്നു. യെസ്, ഇറ്റ്സ് ഹ്യൂമൻ വേഴ്സസ് പ്ലാനറ്റ്. ഹൃദയം തൊടുന്ന വാർത്തകളുമായി ന്യൂസ് ബാൻഡിൽ വീണ്ടും വരാം. ഞാൻ അനുപ്രിയ. ബൈ.